വിദേശയാത്ര സംബന്ധിച്ച ഹർജിയിൽ DGP എസ് ശ്രീജിത്തിനും സർക്കാരിനും ഹൈക്കോടതിയുടെ നോട്ടീസ്. ശ്രീജിത്തും സർക്കാരും ഓഗസ്റ്റ് 31-നകം മറുപടി നൽകണമെന്ന് നിർദ്ദേശം. ശ്രീജിത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ 2ാം ക്ലീൻ ചിറ്റ് റിപ്പോർട്ടും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ ബാബു, DGP ആയി അടുത്ത കാലത്ത് പ്രമോഷൻ ലഭിച്ച ശ്രീജിത്തിനും അതേപോലെ തന്നെ സർക്കാരിനുമാണ് ഇപ്പോൾ കോടതി നോട്ടീസ് നൽകിയിട്ടുള്ളത്. വിദേശയാത്ര സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്നുള്ള കാര്യത്തിൽ എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ രേഷ്മ? വിനോദ്, എസ് ശ്രീജിത്ത് വിദേശയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ ദിബിൻ എടവന ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിന്മേൽ കഴമ്പില്ലെന്നും തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2ാമതും ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് നൽകിയതിനെതിരെയാണ് പരാതിക്കാരൻ തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ ഒരു പുതിയ ഹർജി സമർപ്പിച്ചത്. ആ ഹർജി ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരികയും ഹൈക്കോടതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും എസ് ശ്രീജിത്തിനും നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 31-നകം എസ് ശ്രീജിത്തും സംസ്ഥാന സർക്കാരും ഈ ഹർജിന്മേൽ വിശദമായിട്ടുള്ള മറുപടി നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ 2ാമത്തെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു തവണ ഹൈക്കോടതിയിൽ ദിബിൻ എടവന ഒരു ഹർജി നൽകിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തതാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു പുതിയ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെയുള്ള ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അത് ഹൈക്കോടതി റദ്ദാക്കിയതാണ്. മാത്രമല്ല, മിൻഹാജ് ആലം നേരിട്ട് ഹാജരായ സമയത്ത് ഹൈക്കോടതി വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ജൂനിയർ ക്ലർക്ക് മുഖേന സാവകാശം തേടിക്കൊണ്ടുള്ള അപേക്ഷ നൽകിയതിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. എന്തായാലും ശ്രീജിത്തിന് 2ാമതും ക്ലീൻ ചിറ്റ് നൽകിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് തെറ്റാണെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പരാതിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. വിനോദ്, വ്യക്തമാണ്. DGP എസ് ശ്രീജിത്തിന്റെ വിദേശ യാത്ര സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീജിത്ത് കൂടാതെ സർക്കാരും ഇക്കാര്യത്തിൽ മറുപടി നൽകണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി ഉന്നയിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.